നമസ്കാരം. തെങ്ങുകളുടെ നാട് എന്നാണ് കേരളം എന്ന വാക്കിൻ്റെ അർത്ഥം. തെങ്ങ് എന്നർത്ഥം വരുന്ന കേര, നാട് എന്നർത്ഥം വരുന്ന അളം എന്നിങ്ങനെ രണ്ട് വാക്കുകൾ കൂടിച്ചേർന്നാണ് കേരളം എന്നുള്ള വാക്ക് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഇക്കാലം അത്രയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് ഇംഗ്ലീഷ് ഭാഷാ രീതിയിലാണ് കേരള എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ഭേദഗതിയിലൂടെ കേരളം എന്ന് മാറ്റുകയുണ്ടായി. ഇന്നത്തെ 5 മിനിറ്റ് PSC മാസ്റ്റർ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേരളത്തിൻ്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഭരണഘടനാ വകുപ്പുകളുമാണ്. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പൊ നമുക്ക് കണ്ടന്റിലോട്ട് വരാം. ദ കേരള അൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026. എന്താണ് ദ കേരള അൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026? അല്ലെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നുള്ളത് മാറ്റി എന്താക്കണം? കേരളം എന്നാക്കണം. അല്ലെ, അതിനു വേണ്ടിയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ 2026 ആഗസ്റ്റിൽ അവതരിപ്പിക്കപ്പെടുകയും പാസാക്കപ്പെടുകയും ചെയ്ത ബില്ലാണ് ദ കേരള അൾട്ടറേഷൻ ഓഫ് നെയിം ബിൽ 2026. അപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് ഈ ഭാഗത്ത് നിന്ന് ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടാവും. പക്ഷെ ഇതെന്ന് പാസാക്കി പോലുള്ള തരത്തിലായിരിക്കത്തില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ പേര് മാറ്റണമെങ്കിൽ അതിനകത്ത് ചില നടപടിക്രമങ്ങളുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പുകളുണ്ട്. അപ്പോൾ അതെല്ലാം പരീക്ഷയ്ക്ക് ചോദ്യങ്ങളാകും. അപ്പോൾ അതെല്ലാം അറിഞ്ഞു വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഭാഗത്ത് ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ഒരു ചോദ്യം ഉണ്ടാവും, അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ ടോപ്പിക്ക് എന്ന് പഠിക്കാം എന്ന് കരുതിയത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് 1956 നവംബർ 1-നാണ്. കേരള സംസ്ഥാനം രൂപം കൊള്ളുന്നത് 956 നവംബർ 1-നാണ്, അല്ലെ? ഭാഷാടിസ്ഥാനത്തിൽ കേരള സംസ്ഥാനം രൂപം കൊണ്ടു. പക്ഷേ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗികമായിട്ടുള്ള പേര് അന്ന് എങ്ങനെയാണ്? കേരള എന്നുള്ളതാണ്. കേരള എന്നുള്ളതാണ്. നമ്മൾ കേരളം കേരളം എന്ന് പറയുമെങ്കിലും ഔദ്യോഗികമായിട്ട് നമ്മുടെ പേര് കേരള എന്നുള്ളതാണ്. അപ്പൊ അന്ന് മുതൽ മലയാളികൾ ആഗ്രഹിക്കുന്നതാണ് തനി മലയാളത്തിൽ കേരളം എന്നുള്ള ആ ഒരു പേര് നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അല്ലെ? അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ 2024 ജൂണിൽ കേരള നിയമസഭ കേരളത്തിന്റെ പേര് മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രമേയം പാസാക്കുന്നു. 2024 ജൂണിലാണ് സംസ്ഥാന നിയമസഭ ഐകകണ്ഠേന ഒരു പ്രമേയം പാസാക്കുന്നതും അങ്ങനെ പാസാക്കിയ ആ പ്രമേയം ആർക്ക് അയച്ചു കൊടുക്കുന്നു? കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കുന്നു. കേരളത്തിന്റെ പേര് മാറ്റണം എന്നുള്ള സംസ്ഥാന നിയമസഭയുടെ താല്പര്യം കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുക്കുന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരിന് അയച്ചു കൊടുത്തപ്പോൾ കേന്ദ്ര സർക്കാർ 2026 ഫെബ്രുവരിയിൽ ആ ആവശ്യം അംഗീകരിക്കുന്നു. കേരളത്തിന്റെ ആവശ്യം അംഗീകരിക്കുന്നു എന്നാണ് 2026 ഫെബ്രുവരിയിൽ കേന്ദ്ര ക്യാബിനറ്റ് അംഗീകരിക്കുന്നു, അല്ലെ? അപ്പൊ ആദ്യം സംസ്ഥാന നിയമസഭ ഒരു പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിന് അയക്കുന്നു. കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ് അതിന് അംഗീകാരം നൽകുന്നു. 2026 ഫെബ്രുവരിയിലാണ്. 2026 ഫെബ്രുവരിയിൽ അതിന് അംഗീകാരം നൽകുന്നു, അല്ലെ? ഇപ്പോ ഒരു സംസ്ഥാനം പ്രമേയം പാസാക്കിയത് കൊണ്ടോ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത് കൊണ്ടോ ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറത്തില്ല. സംസ്ഥാനത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട്. വകുപ്പ് ഏതാണ്? ഭരണഘടനയുടെ 3-ാം വകുപ്പ്. ഭരണഘടനയിലെ 3-ാം വകുപ്പ് അതിനകത്ത് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റണമെന്നുണ്ടെങ്കിൽ അത് സംബന്ധിച്ച ബില്ല് പാർലമെന്റിൽ 2 സഭകളിലും അവതരിപ്പിക്കുകയും കേവല ഭൂരിപക്ഷത്തോടു കൂടി പാസാക്കുകയും വേണം, അല്ലെ? അപ്പൊ 2 സഭകളിലും എന്ത് ചെയ്യണം? അത് അവതരിപ്പിക്കണം. കേവല ഭൂരിപക്ഷം മതി, പാസാക്കി എടുക്കണം. കേവല ഭൂരിപക്ഷം മതി, 3-2 ഭൂരിപക്ഷം വേണ്ട, കേവല ഭൂരിപക്ഷം മതി, അത് പാസാക്കി എടുക്കണം. പക്ഷെ അതിനു മുമ്പ് വേറൊരു കണ്ടീഷൻ കൂടിയുണ്ട്. അങ്ങനെ ഒരു ബില്ല് അവതരിപ്പിക്കണമെങ്കിൽ രാഷ്ട്രപതിയുടെ നിർദ്ദേശം വേണം. രാഷ്ട്രപതിയുടെ നിർദ്ദേശത്തോടു കൂടിയായിരിക്കണം, അനുവാദത്തോടു കൂടിയായിരിക്കണം അങ്ങനെ ഒരു ബില്ല്, സംസ്ഥാനത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു ബില്ല് എവിടെ അവതരിപ്പിക്കേണ്ടത്? പാർലമെന്റിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭ അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റ്
ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തു. ഇനി അത് കഴിഞ്ഞിട്ട് കാര്യങ്ങൾ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? രാഷ്ട്രപതിയുടെ കയ്യിലാണ്, അല്ലെ? അപ്പോൾ ഇങ്ങനെ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് ആരാഞ്ഞുകൊണ്ട് രാഷ്ട്രപതി സംസ്ഥാന നിയമസഭയ്ക്ക് കത്തയക്കും. ഇങ്ങനെ ഒരു ബിൽ അവതരിപ്പിക്കാൻ പോകുന്നു, ഈ ബില്ലിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് ആരാഞ്ഞുകൊണ്ട് എന്ത് ചെയ്യും? രാഷ്ട്രപതി സംസ്ഥാന സർക്കാരിന് കത്തയക്കും. അങ്ങനെ കത്തയച്ചപ്പോൾ 2026 ജൂലൈ 1 ആ കത്തിന് സംസ്ഥാനം എന്ത് ചെയ്തു? മറുപടി കൊടുത്തു. രാഷ്ട്രപതി അഭിപ്രായം ചോദിച്ചപ്പോൾ സംസ്ഥാന നിയമസഭ ഒന്നടങ്കം എതിരില്ലാതെ ഞങ്ങൾക്ക് യോജിപ്പാണ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? മറുപടി കൊടുത്തു. അങ്ങനെയാണ് രാഷ്ട്രപതിയുടെ അനുവാദത്തോടു കൂടി 2026 ഓഗസ്റ്റ് 11 2026 ഓഗസ്റ്റ് 11 കേരള എന്നുള്ളത് മാറ്റി കേരളം എന്നാക്കണം എന്നുള്ള ആവശ്യമുള്ള ആ ബില്ല്, അല്ലെ, ദ കേരള അൾട്രേഷൻ ഓഫ് നെയിം ബിൽ 2026 എവിടെ അവതരിപ്പിക്കപ്പെടുന്നത്? പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെടുന്നത്. ആദ്യം അവതരിപ്പിച്ചത് 2026 ഓഗസ്റ്റ് 10 ലോക്സഭയിലാണ്. അത് പാസ്സാക്കിയത് 2026 ഓഗസ്റ്റ് 11. 2026 ഓഗസ്റ്റ് 11 ലോക്സഭ അത് പാസ്സാക്കുന്നത്, അല്ലെ? അപ്പൊ ആ ബില്ല് ലോക്സഭ പാസ്സാക്കുന്നു 2026 ഓഗസ്റ്റ് 11. അത് കഴിഞ്ഞിട്ട് അത് രാജ്യസഭയിൽ വരുന്നു. രാജ്യസഭ അത് ഓഗസ്റ്റ് 12 പാസ്സാക്കുന്നു. എന്തായാലും ഓഗസ്റ്റ് 12 ആയപ്പോൾ പാർലമെന്റ് പാസ്സാക്കി, രണ്ട് സഭയും പാസ്സാക്കി. ഓഗസ്റ്റ് 12 ആയപ്പോൾ രണ്ട് സഭയും പാസ്സാക്കി, അല്ലെ? ഒരു ബില്ല് പാർലമെന്റ് പാസ്സാക്കിയത് കൊണ്ട് മാത്രം നിയമമാകത്തില്ല എന്ന് നിങ്ങൾക്ക് അറിയാം. അതിനകത്ത് ആരുകൂടി ഒപ്പുവയ്ക്കണം? രാഷ്ട്രപതി കൂടി ഒപ്പിടണം. എന്നാൽ മാത്രമേ ഒരു ബില്ല് എന്താകത്തുള്ളൂ? നിയമമാകത്തുള്ളൂ. ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അതിനകത്ത് രാഷ്ട്രപതിയുടെ ഒപ്പ് വേണം, അല്ലെ? അപ്പൊ അതെന്താണ്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് കേരളത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട് പാർലമെന്റ് പാസ്സാക്കിയ ബില്ലില് രാഷ്ട്രപതി ഒപ്പിട്ട് അംഗീകാരം നൽകിയത് എന്ന് ചോദിച്ചാൽ അത് 2026 ഓഗസ്റ്റ് 17 അല്ലെ? 2026 ഓഗസ്റ്റ് 17 ഈ ബില്ലില് ആരൊപ്പിടുന്നത്? രാഷ്ട്രപതി ഒപ്പിടുന്നത്. ഇത് നിയമമാകുന്നത്. അപ്പോൾ കേരളത്തിന്റെ പേരുമാറ്റവുമായി ബന്ധപ്പെട്ട നിയമപരമായിട്ടുള്ള അല്ലെങ്കിൽ പാർലമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ പേര് മാറി, ഇപ്പൊ കേരളം എന്നായി. പക്ഷേ ഇത് ഈ പറഞ്ഞ ഇനിയും കുറച്ച് കാര്യങ്ങളുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ കേന്ദ്ര സർക്കാർ എന്ത് ചെയ്യണം? ഇത് സംബന്ധിച്ച് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കണം. ഈ പറഞ്ഞ അതിൻ്റെ അറിയിപ്പ് വരണം. എന്തായാലും നിയമം ആയിട്ടുണ്ട്. അത് എന്നാണ് 2026 ഓഗസ്റ്റ് 17 അത് നിയമമായിട്ടുണ്ട്. ഇനി അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഭരണഘടനയിലെ ആദ്യത്തെ ഭാഗം, ഭരണഘടനയിൽ കുറച്ച് ഭാഗങ്ങളുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഭരണഘടനയിലെ ആദ്യത്തെ ഭാഗത്തിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെക്കുറിച്ചും പറയുന്നു. രണ്ടാമത്തെ ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. മൂന്നാമത്തെ ഭാഗത്ത് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നു. ഭാഗം 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇങ്ങനെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഭാഗം 1 ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെ കുറിച്ചും പറയുന്നത്, അല്ലെ? ആ ഭാഗം 1 രണ്ടാമത്തെ വകുപ്പ്, രണ്ടാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഭാഗം 1 രണ്ടാമത്തെ വകുപ്പിൽ പറയുന്ന കാര്യം എന്താണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെ കുറിച്ചാണ്. അടുത്ത വകുപ്പ് 3 പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് വകുപ്പ് 2 പറഞ്ഞു. എന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ പേരുമാറ്റം, ഒരു സംസ്ഥാനത്തിന്റെ അതിർത്തികളിൽ മാറ്റം വരുത്തുന്നു, ഒരു സംസ്ഥാനത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുന്നു, അല്ലെ? സംസ്ഥാനത്തിന്റെ വിസ്തീർണം വർദ്ധിപ്പിക്കുകയോ അതിർത്തികളിൽ മാറ്റം വരുത്തുകയോ പേര് മാറ്റം വരുത്തുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നത് ഏത് വകുപ്പിലാണ്? വകുപ്പ് 3. അപ്പോൾ നിങ്ങൾ അറിഞ്ഞു വച്ചിരിക്കണം, സംസ്ഥാനത്തിന്റെ പേരുമാറ്റം, അതിർത്തി മാറ്റം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? വകുപ്പ് 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വകുപ്പ് ഏതാണ്? വകുപ്പ് 2. അതും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. വകുപ്പ് 2. ഇവിടെ ഇപ്പോ നമുക്ക് പഠിക്കേണ്ട വകുപ്പ് വകുപ്പ് 3, പേരുമാറ്റം വകുപ്പ് 3. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനായാലും ഒരു സംസ്ഥാനത്തിന്റെ പേര് മാറ്റുന്നതിനായാലും പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കപ്പെടണം, അത് പാസ്സാകണം, അല്ലെ? അത് പാസ്സാകണം എന്ന് പറയുമ്പോൾ അവിടെ വേണ്ടത് കേവല ഭൂരിപക്ഷമാണ്. അവിടെ വേണ്ട എന്താണ്? കേവല ഭൂരിപക്ഷമാണ്. 3/2 ഭൂരിപക്ഷം വേണമെന്നില്ല, സ്പെഷ്യൽ മെജോറിറ്റി വേണമെന്നില്ല, കേവല ഭൂരിപക്ഷം മതി. അപ്പൊ അത് പരീക്ഷയിലെ ചോദ്യമാണ്. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് വേണ്ടത്
പാർലമെന്റിന്റെ ഡാഷ് എന്ന് തരും. കേവല ഭൂരിപക്ഷം, 2/3 ഭൂരിപക്ഷം എന്നിങ്ങനെ തരും. ഏതാണ് കേവല ഭൂരിപക്ഷം മതി എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യത്തിലോട്ട് വരണം. നമ്മുടെ ഭരണഘടനയിൽ ഷെഡ്യൂൾ 1 ഉണ്ട് അല്ലെ. ഷെഡ്യൂൾ 1 ഭാഗം 1 പറഞ്ഞു ഇന്ത്യയെക്കുറിച്ചും ഇന്ത്യയിലെ പ്രദേശങ്ങളെക്കുറിച്ചുമാണ്. അതുപോലെ ഭരണഘടനയിൽ നിലവിൽ 12 ഷെഡ്യൂൾ ഉണ്ട്. അതിൽ ഷെഡ്യൂൾ 1 പറയുന്ന കാര്യം എന്താണ്? ഇന്ത്യയും ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ ഇന്ത്യയും ഇന്ത്യയിലെ പ്രദേശങ്ങളും. അവിടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പേര് ഷെഡ്യൂൾ 1 കൊടുത്തിട്ടുണ്ട്. അവിടെ ഷെഡ്യൂൾ 1 നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് എന്തെന്നാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? കേരള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് മാറ്റണ്ടേ? അത് കേരളം എന്നാകണം അല്ലെ. അപ്പോ ഇപ്പോ ഈ പറഞ്ഞ നിയമം പാസ്സാക്കിയല്ലോ. ഈ പറഞ്ഞ നിയമം പാസ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഷെഡ്യൂൾ 1 നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്നാകും. അപ്പൊ അതും ചോദ്യമാണ്, എവിടെയൊക്കെ പേര് മാറും? ഷെഡ്യൂൾ 1 കേരള എന്ന് കൊടുത്തിരിക്കുന്നത് കേരളം എന്നാകും. ഇനി അത് കഴിഞ്ഞിട്ട് ഷെഡ്യൂൾ 4 ഉണ്ട്. ഭരണഘടനയിൽ ഷെഡ്യൂൾ 4 ഉണ്ട്. ഭരണഘടനയിലെ ഷെഡ്യൂൾ 4 പറയുന്ന കാര്യം എന്താണ്? ഓരോ സംസ്ഥാനങ്ങൾക്കും എത്ര വീതം രാജ്യസഭാ സീറ്റുകളാണുള്ളത് എന്ന് പറയുന്നത് എവിടെയാണ്? അത് ഷെഡ്യൂൾ 4 കേരളത്തിന് നമുക്കറിയാം 9 രാജ്യസഭാ സീറ്റുകളുണ്ട് അല്ലെ. അപ്പൊ ഓരോ സംസ്ഥാനത്തിനും എത്ര രാജ്യസഭാ സീറ്റുകളുണ്ട് എന്ന് പറയുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ 4 എന്ന് ഓർത്തു വയ്ക്കണം. അപ്പൊ അവിടെയും നമ്മുടെ സംസ്ഥാനത്തിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. അവിടെ ഏത് പേരാണ്? കേരള എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതും മാറും. എങ്ങനെയാവും? കേരളം എന്നാവും. അപ്പോ ഔദ്യോഗികമായിട്ട് ഈ നിയമം നിലവിൽ വരുന്നതോടുകൂടി നമ്മുടെ ഭരണഘടനയിലെ ഷെഡ്യൂൾ 1 കേരള എന്നുള്ളത് മാറും, ഷെഡ്യൂൾ 4 കേരള എന്നുള്ളത് മാറും. അതുപോലെ തന്നെ ഭരണഘടനയിൽ 2 വകുപ്പുകളുണ്ട്. 31A 290A എന്നീ 2 വകുപ്പുകളുണ്ട്. അവിടെയും കേരള എന്നുള്ള പേര് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയും അത് കേരളം എന്ന് മാറും. അപ്പോൾ ഈ 2 ഷെഡ്യൂളിൽ കേരള എന്നുള്ള പേര് മാറും. അതുപോലെ 31A 290A എന്നീ വകുപ്പുകളിലും കേരള എന്നുള്ളത് കേരളം എന്നായിട്ട് മാറും. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞത്? എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ പേരുമാറ്റം? എന്തൊക്കെ നടപടിക്രമങ്ങളാണ് അതിലുള്ളത്? ഇപ്പൊ എന്തൊക്കെ നടപടിക്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു അല്ലെ? അതിന്റെ നാൾവഴികളും കാര്യങ്ങളുമാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭരണഘടനാ വകുപ്പുകൾ, ഷെഡ്യൂളുകൾ, ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ, ഷെഡ്യൂളുകൾ. അപ്പൊ അത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണകരമാകുന്നുണ്ടോ, ഉപകാരപ്പെടുന്നുണ്ടോ എന്നറിയാൻ വളരെയധികം താല്പര്യമുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതിനുള്ള ഒരു ഊർജം ഞങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഭാഗത്തുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.